ഈ വർഷം തൊട്ട് അത് 350 രൂപയാണ് ഒരു തെങ്ങിൻ തൈക്ക് കോക്കനട്ട് ബോർഡിൻ്റെ സബ്സിഡി കിട്ടുന്നത്. പിന്നെ 10 തൈ തൊട്ട് വെക്കുന്നതിന് സബ്സിഡി ഉണ്ട്. 2 ഹെക്ടർ വരെയും വെക്കാൻ നമുക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ കോക്കനട്ട് ബോർഡ് നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുക. കർഷകർക്ക് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി പ്രകാരം പൈസ മുടക്കില്ല, നമ്മുടെ കയ്യിലേക്ക് പൈസ കിട്ടുക ചെയ്യുക. എൻ്റെ പേര് സാബു ജേക്കബ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് ചങ്ങരോത്ത് പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ പല കുറ്റ്യാടി തെങ്ങിൻ തൈയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയൊരു ഓഫറുമായിട്ടാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്ത കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുറ്റ്യാടി തെങ്ങിൻ തൈയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ വീഡിയോയിൽ ഇപ്പം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഈ തെങ്ങ് കുറ്റ്യാടി തെങ്ങ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷം കൊണ്ട് തെങ്ങ് നമ്മൾ കൊണ്ടുപോയിട്ട് കായ്ച്ച് കൊണ്ടുണ്ട്. പിന്നെ ആ തെങ്ങിന് കേടുകൾ പൊതുവേ കുറവുണ്ട്. മറ്റു തെങ്ങുകളെ അപേക്ഷിച്ച് തേങ്ങ കാപിടുത്തം കൂടുതലുണ്ട്. ഏകദേശം ഒരു 100 വർഷത്തോളം നമുക്കതിന് ആയുസ് കിട്ടും. മറ്റു തെങ്ങുകൾ അത്രയും കിട്ടുന്നില്ല. ഞാനിപ്പം വന്നിരിക്കുന്ന കുറ്റ്യാടി തെങ്ങിൻ തൈക്ക് പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. അത് ജനങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ്. കോക്കനട്ട് ബോർഡിൻ്റെ ഒരു സബ്സിഡി ഉണ്ട്. ഇതുവരെ 80 രൂപയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ വർഷം തൊട്ട് അത് 350 രൂപയാണ് ഒരു തെങ്ങിൻ തൈക്ക് കോക്കനട്ട് ബോർഡിൻ്റെ സബ്സിഡി കിട്ടുന്നത്. അത് 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടുക. നമുക്ക് കോക്കനട്ട് ബോർഡിൻ്റെ സർക്കാരിൻ്റെ ലൈസൻസ് ഉള്ള നഴ്സറിയാണ്. അതുകൊണ്ട് കർഷകർക്ക് വേണ്ട ബില്ലും ഫോമും നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കർഷകരുടെ കയ്യിൽ. അപ്പോൾ അത് പൂരിപ്പിച്ച് നിങ്ങൾ കൃഷി ഓഫീസർ എടുത്ത് കൊടുക്കുക. കൃഷി ഓഫീസർ അതിൽ സൈൻ ചെയ്ത് തരും. എന്നിട്ട് ഇത് നിങ്ങൾ കോക്കനട്ട് ബോർഡിലേക്ക് അയച്ചാൽ മതി. കോക്കനട്ട് ബോർഡ് നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ചെയ്യുക. തൈ വെച്ചതിന് ശേഷമാണ് ഇത് കൊടുക്കേണ്ടത്. ഈ സബ്സിഡി കൊടുക്കുന്നത് എത്ര ഏക്കർ മുതൽ എത്ര ഏക്കർ വരെ ഉള്ളവർക്ക് കൊടുക്കും? നമുക്ക് 2 ഹെക്ടർ വരെയാണ് സബ്സിഡി കൊടുക്കുന്നത്. 10 തൈ തൊട്ട് വെക്കുന്നതിന് സബ്സിഡി ഉണ്ട്. 2 ഹെക്ടർ വരെയും വെക്കാൻ നമുക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇത് എത്ര തവണയായിട്ട് കിട്ടും? 2 തവണയായിട്ടാണ് നമുക്ക് സബ്സിഡി കിട്ടുക. ഈ വർഷം ഒരു ഗഡുവായി കിട്ടും, അടുത്ത വർഷം ഒരു ഗഡു. അപ്പോൾ 2 വർഷമായിട്ട് നമുക്ക് സബ്സിഡി കിട്ടുക. ഈ തെങ്ങിൻ തൈ ഇവിടുന്ന് കൊടുക്കുന്ന എത്ര രൂപയ്ക്കാണ്? നമുക്ക് കവറിലുള്ള തൈ നമ്മൾ കൊടുക്കുന്നത് 13 കവറിലാക്കി തൈ 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കവറിലില്ലാത്ത മുളത്തൈയാണ് 175 രൂപയ്ക്ക് കൊടുക്കുക. അതെ അല്ലേ? അപ്പം നമുക്ക് 200 രൂപ തന്ന് തൈ വെച്ചതിന് ശേഷമാണ് അവർക്ക് സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുക. അപ്പം 350 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. 200 രൂപ നമുക്ക് തരേണ്ടതുള്ളൂ. 150 രൂപ അവർക്ക് ലാഭം. 150 രൂപ അവർക്ക് ലാഭമായിട്ട് കിട്ടും. ഓക്കെ. അത് കോക്കനട്ട് ബോർഡിൻ്റെ സർക്കാർ ലൈസൻസ് ഉള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിയാലേ ബില്ല് ഫോമും കിട്ടണം. എന്നാലേ സബ്സിഡി കിട്ടുക. ശരിക്കും കർഷകർക്ക് പൈസ മുടക്കില്ല. 150 രൂപ ഇങ്ങോട്ട് കിട്ടുക. കർഷകർക്ക് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി പ്രകാരം പൈസ മുടക്കില്ല, നമ്മുടെ കയ്യിലേക്ക് പൈസ കിട്ടുക ചെയ്യുക. അതെ അല്ലേ? ഇത് ശരിക്കും കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യാണ്. ഈ വർഷം തൊട്ട് പുതിയൊരു നിബന്ധന വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കാലി സ്ഥലം പുതിയ പ്ലാന്റ് ചെയ്യുന്നവർക്കാണ് സബ്സിഡി കൊടുക്കുക. കഴിഞ്ഞ വർഷം വരെ തെങ്ങിൻ്റെ ഇടവേളയായിട്ട് ചെയ്യുന്നവർക്ക് 80 രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം പുതിയ തോട്ടം വെക്കുന്നതിന് മാത്രമാണ് സബ്സിഡി കൊടുക്കുന്നത്. അതാണ് 350 രൂപയ്ക്ക്. അപ്പം ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റില്ല? ഇപ്പം ഇടവേളയായിട്ട് ചെയ്യുന്നതിന് ഇപ്പോൾ ഈ വർഷം തൊട്ട് സബ്സിഡി ഇല്ല. കാലി സ്ഥലത്ത് ചെയ്യുന്നതിനാണ് 350 രൂപ സബ്സിഡി ഉള്ളത്. ഓക്കെ. ഈ നഴ്സറി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിയിൽ ഒറ്റക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തല്ലേ? ട്രീസ ഗാർഡൻ എന്നല്ലേ ഇതിൻ്റെ പേര്? ട്രീസ ഗാർഡൻ ആയി നഴ്സറിയുടെ പേര്. അതെ. ഏകദേശം ജാനൈക്കാടിൻ്റെ അടുത്തായിട്ട് വരും അല്ലേ? പിന്നെ നിങ്ങൾക്ക് തൈ വാങ്ങാൻ വരുന്നവർക്ക് വേറൊരു ഗുണം, നമ്മുടെ തോട്ടത്തിലെ തന്നെ തേങ്ങയാണ്. നിങ്ങൾക്ക് തോട്ടം കണ്ടുകൊണ്ട് തൈ എടുക്കാൻ പറ്റും. അതെ. ഇവിടുത്തെ തോട്ടങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എടുത്താൽ മതി. നമ്മുടെ തോട്ടത്തിൽ തന്നെ തേങ്ങയാണ് എടുക്കുക. നിങ്ങൾ പുറത്ത് എവിടുന്നും തേങ്ങ എടുക്കുന്നില്ല? പുറത്തെടുക്കുന്നില്ല, തന്നെ തോട്ടത്തിലാണ്. നിങ്ങളുടെ തോട്ടത്തിലെ തന്നെ. ഈ വർഷം ഏകദേശം എത്ര തൈയോളം കൊടുക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 20,000 തൈ ഒരു വർഷം നമ്മൾ കൊടുക്കുന്നുണ്ട്. കവറിലാക്കിയിട്ട് തന്നെ. ഇപ്പം തന്നെ നമുക്കൊരു 5,000 തൈയുടെ മേലെ കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തൈ ഇപ്പം ഏകദേശം റെഡിയായി വരുന്നുണ്ടല്ലേ? നിങ്ങളിപ്പം പിന്നെ പുതിയത് വെച്ചിട്ടുണ്ടല്ലേ? പുതിയ വെച്ചിട്ടുണ്ട്. കവറിലുള്ള തൈ വെച്ചിട്ടുണ്ട്. കവറിലുള്ള തൈ ഉണ്ട്, അല്ലാതെ മുളത്തയ്യ മുളത്തയ്യായിട്ട് വേറെ വെച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഈ ഗാർഡനിലെ ഈ തെങ്ങിൻ തൈ അല്ലാതെ വേറെ എന്തൊക്കെയാ ഉള്ളത്? നമ്മുടെ അടുത്ത് എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും ഉണ്ട്. കവുങ്ങന്തിയുണ്ട്. കവുങ്ങന്തിയൊക്കെ നമ്മൾ കർണാടകയിൽ നിന്ന് വിത്തടക്കി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മുളപ്പിച്ച് കൊടുക്കുകയാണ്. കവുങ്ങന്തിയുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ എല്ലാ തൈകളുണ്ട്. പിന്നെ ജാതിത്തൈയുണ്ട്. അങ്ങനെ എല്ലാ തൈകളും നമ്മുടെ അടുത്തുണ്ട്. എന്ത് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി. എന്ത് വേണമെങ്കിലും ഇവിടെ വന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ സാബുചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയല്ലോ? തീർച്ചയായിട്ടും. ഇപ്പം താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പർ കൊടുക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാലും നമുക്കത് പറഞ്ഞു കൊടുക്കാം. ആയിക്കോട്ടെ. മെയിനായിട്ട് നമുക്ക് ഇതിൽ സബ്സിഡി തന്നെയാണ്. നമുക്ക് കർഷകർ വരുമ്പോൾ കോക്കനട്ട് ബോർഡിൻ്റെ നമ്പർ കർഷകർക്ക് തന്നെ കൊടുത്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ തൈ ഇവിടുന്ന് കൊടുക്കുന്നത്. നമ്മൾ പറയുന്നതിൽ അവർ തന്നെ നേരിട്ട് വിളിക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നമ്പർ എടുത്ത് വിളിക്കാം, എന്നിട്ട് തൈ വാങ്ങിയാൽ മതി.
അപ്പം ഇത്രയും സൗകര്യത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം 350 രൂപ സബ്സിഡി നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഓരോ കർഷകർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് 350 രൂപ സബ്സിഡി കിട്ടും. ഇത് ശരിക്കും നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അവർക്ക് തന്നെ കോക്കനട്ട് ബോർഡിൽ വിളിച്ച് ചോദിക്കുക. അവരുടെ നമ്പർ നെറ്റിൽ അടിച്ചാൽ കിട്ടും. ഇല്ല, നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ കൊടുക്കും. അതെ അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ സാബുചേട്ടാ, ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ കർഷകർക്ക് കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ കേട്ടെ. നമുക്ക് ഇനി അടുത്ത വേറെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. എന്തെങ്കിലും ഓഫറുകളൊക്കെ ഉണ്ട് പറയുക. തീർച്ചയായിട്ടും കർഷകർക്ക് കുറേ ഉപകാരപ്പെടുന്ന കാര്യമാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ ആയിക്കോട്ടെ. ഓക്കെ, ബൈ.